കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ മരിച്ചത് ഷോക്കേറ്റാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ബോബി എന്ന സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാണെന്ന് കണ്ടെത്തിയതോടെ സ്ഥലമുടമ ആലക്കൽ ജോസിനെ ചോദ്യം ചെയ്യും. ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, വൈദ്യുതി വേലിയിൽ നിന്നുള്ള ഷോക്കേറ്റാണ് മരണം സംഭവിച്ചത് എന്ന സ്ഥിരീകരണം വരികയാണോ? അങ്ങനെയെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ, മറ്റ് ദുരൂഹതകൾ സംബന്ധിച്ചൊക്കെ എന്താണ് വിവരങ്ങളും സംശയങ്ങളും ഉള്ളത്? പ്രജീഷ്, മരിച്ച ബോബിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞത് അല്പസമയം മുൻപാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനമാണ് ഇലക്ട്രിക് ഷോക്കേറ്റാണ് ബോബി മരിച്ചിരിക്കുന്നത് എന്ന പ്രാഥമിക നിഗമനം ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് ഈ ചത്ത പശുവുണ്ട്, ആ പശുവിൻ്റെ അടക്കം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണത്. പൂർത്തിയാകാനുമുണ്ട്. ഈ സ്ഥലത്ത്, അതായത് ഈ പറഞ്ഞ ഈ മലയിൽ ആ മലയിൽ വൈദ്യുതി വേലി വലിച്ചതിൻ്റെതായിട്ടുള്ള സൂചനകളുണ്ട് എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ പന്നിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങൾക്കോ ഒക്കെ വെച്ച കെണിയുടെ ഭാഗമായിട്ടായിരിക്കാം അവിടെ അങ്ങനെ ഒരു വൈദ്യുതി വേലി സ്ഥാപിച്ചിരിക്കുന്നത് എന്നും നാട്ടുകാർ സംശയം പറയുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കുന്നതല്ല. കാരണം ആ പരിസരത്ത് നോക്കുമ്പോൾ, ആ പ്രദേശത്തൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വൈദ്യുതി വേലി തൂങ്ങി നിൽക്കുന്നതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ആ മൃതദേഹം കണ്ടെത്തിയതിൻ്റെ 15 മീറ്റർ മാറി ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് വൈദ്യുതി വേലി ഒരു പക്ഷേ വലിച്ചിരിക്കാം എന്ന സംശയമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെതായ ഒരു പക്ഷേ വൈദ്യുതി വേലിയൊക്കെ കെട്ടിക്കൊണ്ട് പോകാൻ തരത്തിലുള്ള ചെറിയ പൈപ്പ് ചെറിയ മരങ്ങളിൽ എന്ന വ്യക്തിയുടെ ഈ സ്ഥലം ആണല്ലോ, ആ സ്ഥല ഉടമയാണല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പ്രാഥമികമായ സംശയങ്ങളാണ് ഈ സ്ഥിരീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ നിലമ്പൂരിൽ കണ്ടതുപോലെ അവിടെ ഒരു 14 വയസ്സുകാരൻ മരണപ്പെട്ട സംഭവമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുപോലെ മറ്റെന്തെങ്കിലും അങ്ങനെ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും വെക്കാതെ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് മറ്റെന്തെങ്കിലും അറിവോ ഇതേക്കുറിച്ച് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ ഇത് പ്രാഥമിക ഘട്ടമാണെങ്കിലും? പ്രജീഷ്, അതൊരു കാട് മൂടിയ പ്രദേശമാണ്, തീർത്തും കാട് മൂടിയ പ്രദേശമാണ്. ചുരുക്കം ചില വീടുകളാണ് ആ കുന്നിന് മുകളിൽ മാത്രമുള്ളത്. ആ പ്രദേശത്ത് സ്ഥിരമായിട്ട് പശുവിനെ മേയ്ക്കാൻ പോകുന്നയാളാണ് ഈ ബോബി എന്ന് പറയുന്ന ഈ മരിച്ച സ്ത്രീ. അവർക്ക് ഒരു ആടുമുണ്ട്. ആട് സ്ഥിരമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്താറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഈ പശുവിനെ തിരഞ്ഞു പോയതാണ്. അവിടെ ഈ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ അങ്ങനെ മുന്നറിയിപ്പ് ബോർഡുകളോ അതല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അതല്ലെങ്കിൽ കെണി നിരന്തരമായിട്ട് വെക്കുന്ന ഒരു ഏരിയ ഒന്നുമല്ല ഇത്. പക്ഷേ അങ്ങനെ വൈദ്യുതി വേലി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ അടുത്ത് 1-2 ദിവസം മുൻപൊക്കെ മാത്രം സ്ഥാപിച്ചതാകാമെന്നുമൊക്കെയാണ് ആ നാട്ടുകാർ പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം അനുസരിച്ച് അത് ഷോക്കേറ്റ് തന്നെയാണ് മരിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. അതോടൊപ്പം ഈ പശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അത് വെറ്റിനറി സർജനൊക്കെ എത്തിക്കൊണ്ടാണ് അത്തരം നടപടികൾ അവിടെ പുരോഗമിക്കുന്നത്. ഒരു പക്ഷേ ഈ പശുവിന് ഷോക്കടിക്കുമ്പോൾ ആ പശുവിനെ ഒരു പക്ഷേ തൊടാനൊക്കെ ഈ ബോബി എന്ന് പറയുന്ന സ്ത്രീ ചെല്ലുമ്പോൾ ഒരു പക്ഷേ അവർക്കും ഷോക്കേറ്റിട്ടുണ്ടാകാം എന്നുള്ളതാണ് കാരണമായി പറയുന്നത്. ഈ ഇലക്ട്രിക് നെയിലിലൂടെ വരുന്ന വൈദ്യുതി, അതായത് നേരത്തെ ഫെൻസിംഗ് ഒക്കെ ആണെങ്കിൽ അതിനകത്തൊരു ലിമിറ്റഡ് വൈദ്യുതി മാത്രമേ വരികയുള്ളൂ. നേരിട്ട് ഇലക്ട്രിക് ലൈനിൽ നിന്ന് വരുന്ന വൈദ്യുതി ആകുമ്പോൾ അത് പൂർണ്ണമായും ഒരു പക്ഷേ മരണത്തിന് കാരണമാകുന്ന രീതിയിൽ തന്നെ ഷോക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ ദുരൂഹത ഉണർത്തുന്ന ഒരു സംഭവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനിൽ നിന്നുള്ള വൈദ്യുതി വലിച്ചൊക്കെ ആണെങ്കിൽ അത് ലിമിറ്റിനും അപ്പുറത്തേക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിയമവിരുദ്ധമാണ്. ഒരാളുടെ ജീവൻ അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്, ഒരു വീട്ടമ്മയാണ് മരിച്ചത്. ഇതിന്റെ കാരണങ്ങൾ പല രീതിയിൽ സംശയിക്കപ്പെടുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ്.